ഉറങ്ങിക്കിടക്കുന്ന ഒരു നായയെ സങ്കല്പിക്കുക. ഒരു കുറ്റബോധവുമില്ല, മറ്റുള്ളവരുമായി താരതമ്യവുമില്ല, മുൻപ് നടന്ന കാര്യങ്ങളെ ഓർത്ത് ഒരു നാണക്കേടുമില്ല, നാളെയെക്കുറിച്ച് ഓർത്ത് ടെൻഷനില്ല, നല്ല ഉറക്കം മാത്രം. അത് ആ നിമിഷത്തിൽ മാത്രം ജീവിക്കുന്നു. ആ ജീവി അനുഭവിക്കുന്ന ആ ഒരു സമാധാനം ഒരുപക്ഷെ ഇനി ഒരിക്കലും നമുക്ക് കിട്ടിയെന്ന് വരില്ല. ഈ കോൺഷ്യസ്നെസ്സിനെ നമ്മൾ വലിയൊരു വരദാനമായിട്ടാണ് കാണുന്നത്. പക്ഷേ അത് തന്നെയല്ലേ നമ്മളുടെ ഏറ്റവും വലിയ മുറിവും. മനുഷ്യനെ ഇത്രത്തോളം ബുദ്ധിമാന്മാരും വലിയ സ്വപ്നമുള്ളവരും ക്രിയേറ്റീവും സംസ്കാരമുള്ളവരും ഒക്കെ ആക്കി മാറ്റിയ അതേ കാര്യം തന്നെയല്ലേ ഭൂമിയിലെ മറ്റു ജീവികൾക്കെല്ലാം ഇന്നും അനുഭവിക്കാൻ കഴിയുന്ന ആ ഒരു സമാധാനത്തിൽ നിന്നും നമ്മളെ എന്നേക്കുമായി അകറ്റിയതും. ഒരു മാൻ ഒരപകടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഓടുന്നു. ആ അപകടം കഴിയുമ്പോൾ അത് പഴയതുപോലെ പുല്ല് തിന്നാൻ പോകുന്നു. അത് ആ ഭയത്തിൽ ജീവിക്കുന്നില്ല. പക്ഷെ മനുഷ്യർ അങ്ങനെയല്ല. ഒരു വേദന വരുമ്പോൾ മാത്രമല്ല നമ്മളത് അനുഭവിക്കുന്നത്. അത് വരുന്നതിന് മുൻപ് നമ്മളത് അനുഭവിച്ചു തുടങ്ങും. അത് കഴിഞ്ഞാലും നമ്മളത് അനുഭവിക്കും. നമ്മളുടെ ഓർമ്മകളിൽ, നമ്മളുടെ സങ്കല്പങ്ങളിൽ മറ്റുള്ളവരുമായി നമ്മളെ കമ്പയർ ചെയ്യുമ്പോൾ, ഇനി എന്ത് സംഭവിക്കുമെന്നോർത്ത് പേടിക്കുമ്പോൾ, അങ്ങനെ എപ്പോഴും നമ്മളത് അനുഭവിക്കും. അതുകൊണ്ടാണ് കോൺഷ്യസ്നസ് ഇത്രത്തോളം വിചിത്രമായ ഒരു കാര്യമാകുന്നത്. വെറുതെ ജീവിതം അനുഭവിക്കാൻ മാത്രമല്ല അത് നമ്മളെ അനുവദിക്കുന്നത്. നമ്മൾ ജീവിക്കുന്നത് നമ്മളെ തന്നെ മാറി നിന്ന് കാണാൻ കൂടി അത് നിർബന്ധിക്കുകയാണ്. നമ്മൾ പരാജയപ്പെടുകയല്ല ചെയ്യുന്നത്. ആ പരാജയം എന്താണെന്ന് നമ്മൾ ചിന്തിച്ചു കൂട്ടും. നമ്മളത് മറ്റുള്ളവരുടെ ജീവിതവുമായി കമ്പയർ ചെയ്യും. ആ പരാജയത്തെ നമ്മൾ നമ്മളുടെ ഒരു ഐഡന്റിറ്റിയായി മാറ്റും. ആ ഭാരം ഭാവിയിലേക്ക് നമ്മൾ ചുമന്നുകൊണ്ടു പോകും. അതുകൊണ്ടാണ് മനുഷ്യന്റെ സങ്കടങ്ങൾ ഇത്രത്തോളം വ്യത്യസ്തമാകുന്നത്. അതൊരു ഡയറക്റ്റായ വേദന മാത്രമല്ല, അതൊരു സൈക്കോളജിക്കലായ പ്രശ്നം കൂടിയാണ്. സ്വന്തം വീട്ടിൽ വളരെ സേഫായി കിടക്കുമ്പോഴും ഒരാൾക്ക് കടുത്ത സങ്കടം വരാം. ചുറ്റും സ്നേഹിക്കാൻ ആളുകളുള്ളപ്പോഴും അയാൾക്ക് വേദനിക്കാൻ കഴിയും. ശരീരം കൊണ്ട് ഇന്നത്തെ ഈ നിമിഷത്തിൽ ജീവിക്കുമ്പോഴും മനസ്സുകൊണ്ട് വേറെ എവിടെയോ കിടന്ന് നരകിക്കും. തുടക്കത്തിൽ ഈ കോൺഷ്യസ്നസ് നമുക്ക് വലിയൊരു അഡ്വാൻറ്റേജ് ആയിരുന്നിരിക്കാം. ചെറിയ അളവിൽ അത് കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനും ഒരുമിച്ച് നിൽക്കാനും ഓർമ്മിക്കാനും പലതും ഉണ്ടാക്കിയെടുക്കാനും ഒക്കെ നമ്മളെ സഹായിച്ചു. പക്ഷെ പിന്നീട് അത് വളർന്നുകൊണ്ടിരുന്നു. അങ്ങനെ എപ്പോഴോ ഒരു പോയിന്റിലെത്തിയപ്പോൾ ഈ തിരിച്ചറിവുകൾ ഒരു ഉപകാരമില്ലാതായി മാറുകയും അതൊരു വലിയ ഭാരമായി തീരുകയും ചെയ്തു. ഇന്ന് നമ്മൾ വെറുതെ ജീവിക്കുകയല്ല ചെയ്യുന്നത്. നമ്മൾ ജീവിതത്തെ ഇവാലുവേറ്റ് ചെയ്യുകയാണ്, കമ്പയർ ചെയ്യുകയാണ്, നമ്മൾ തന്നെ കഥകൾ ഉണ്ടാക്കുകയാണ്, ജഡ്ജ് ചെയ്യുകയാണ്. ഈ ജീവിതം എപ്പോൾ അവസാനിക്കുമെന്നോർത്ത് പേടിക്കുകയാണ്. ഇതൊക്കെ സത്യമാണെങ്കിൽ മരണം, നഷ്ടങ്ങൾ, പരാജയം, ഇതിനെക്കുറിച്ചൊക്കെ ഇത്രത്തോളം ബോധ്യമുള്ള നമ്മൾ പിന്നെ എങ്ങനെയാണ് ജീവിച്ചു പോകുന്നത്? ജീവിതം വളരെ സ്റ്റേബിൾ ആണെന്ന് വിശ്വസിച്ച് എന്തിനാണ് നമ്മൾ ദിവസവും രാവിലെ എഴുന്നേൽക്കുന്നതും ലക്ഷ്യങ്ങൾക്ക് പുറകെ ഓടുന്നതുമൊക്കെ? ഒരു പക്ഷേ നമ്മൾ നോർമൽ ലൈഫ് എന്ന് വിളിക്കുന്ന ഈ സിസ്റ്റം ഒരു പുരോഗതിയല്ല, മറിച്ച് വലിയൊരു ഡിഫൻസ് മെക്കാനിസം ആയിരിക്കാം. യാഥാർത്ഥ്യങ്ങളെ എപ്പോഴും സത്യസന്ധമായി ഫേസ് ചെയ്തുകൊണ്ട് ജീവിക്കുക മനുഷ്യർക്ക് സാധ്യമല്ല. അതുകൊണ്ട് നമ്മൾ ഈ കോൺഷ്യസ്നെസ്സിനെ എങ്ങനെയെങ്കിലും ഡിസ്ട്രാക്ട് ചെയ്യും. അതിനൊരു റൊട്ടീൻ കൊടുക്കും, ലക്ഷ്യങ്ങൾ കൊടുക്കും. വെറുതെ ഒരു മുറിയിൽ ഒറ്റയ്ക്ക് ഇരിക്കാൻ ആളുകൾക്ക് ഭയമാണ്. അവർ വീക്കായതുകൊണ്ടല്ല. പുറത്തെ ബഹളങ്ങൾ നിൽക്കുമ്പോൾ ഉള്ളിലേക്ക് എന്തൊക്കെ കടന്നു വരുമെന്ന് അവരുടെ മനസ്സിന് നന്നായി അറിയാം. എൻ്റെ സ്വന്തം ജീവിതത്തിൽ തന്നെ ഞാനിത് കാണാറുണ്ട്. എനിക്ക് ശരിക്കും ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോസൊക്കെ ചെയ്യുന്നത്. പക്ഷെ ചിലപ്പോൾ എൻ്റെ മനസ്സ് വ്യൂസ്, റീച്ച്, നമ്പറുകൾ എന്നിവയ്ക്ക് പിന്നാലെ പോകും. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഇതിൽ നിന്നുള്ള സന്തോഷം കുറയും. നമ്മൾ അത്രത്തോളം ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു കാര്യത്തെ പോലും
നമ്മളെ തന്നെ അളക്കാനുള്ള ഒരു ടൂളാക്കി മാറ്റാൻ ഈ കോൺഷ്യസ്നെസ്സിന് അറിയാം. ഇതൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇന്നത്തെ മോഡേൺ ജീവിതം മറ്റൊരു രീതിയിലാകും നമ്മൾ കാണുക. ഈ അവസാനിക്കാത്ത ജോലികളും സ്ക്രോളിങ്ങും ഒക്കെ വെറും ജീവിതമല്ല. സ്വന്തം മനസ്സിനെ ഒന്ന് അഴിച്ചുവിട്ടാൽ അത് അവരോട് തന്നെ എന്തൊക്കെ ചെയ്യുമെന്ന പേടികൊണ്ട് അതിൽ നിന്ന് നിരന്തരം രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് മനുഷ്യർ. ഇതിലെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടും അതാണ്. കാര്യങ്ങളെക്കുറിച്ച് ഇത്രത്തോളം ബോധം വരുമ്പോൾ പിന്നെ ഒന്നും അറിയാത്തതുപോലെ ജീവിക്കാൻ ഭയങ്കര പാടാണ്. നിങ്ങൾക്കിപ്പോഴും സാധാരണ പോലെ ജോലി ചെയ്യാം, ചിരിക്കാം, സ്നേഹിക്കാം. പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ എന്തോ ഒന്ന് മാറിയിട്ടുണ്ട്. കാരണം ഇപ്പോൾ നിങ്ങൾക്ക് പലതും അറിയാം. ജീവിതം അവസാനിക്കുമെന്നും ഇവിടെയുള്ളതെല്ലാം താൽക്കാലികമാണെന്നും നിങ്ങൾക്കറിയാം. നിങ്ങളുടെ വലിയ ആഗ്രഹങ്ങളും ഐഡന്റിറ്റി പോലും യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾ തന്നെ ഉണ്ടാക്കിയ കോപ്പിംഗ് മെക്കാനിസങ്ങൾ മാത്രമാണെന്ന് നിങ്ങൾ തിരിച്ചറിയും. ഇതൊന്ന് വ്യക്തമായി കണ്ടു കഴിഞ്ഞാൽ പിന്നെ പഴയതിലേക്ക് തിരിച്ചു പോകാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഈ തിരിച്ചറിവ് ഒരു ഭാരമാകുന്നത്. ആളുകൾ തകർന്നു പോയത് കൊണ്ടല്ല, മറിച്ച് ആ പഴയ ഇല്യൂഷൻസിന് പിന്നിലെ യഥാർത്ഥ മെക്കാനിസം എന്താണെന്ന് അവർക്ക് വ്യക്തമായി കാണാൻ കഴിയുന്നത് കൊണ്ടാണ്. അതാണ് ഈ കോൺഷ്യസ്നെസ്സിൻ്റെ ഏറ്റവും വലിയ വിരോധാഭാസവും. അത് നമുക്ക് ആർട്സ് തന്നു, സയൻസ്, സൊസൈറ്റി, ചിന്തിക്കാനുള്ള കഴിവ്, സ്നേഹം എന്നിവയെല്ലാം തന്നു. പക്ഷെ അതോടൊപ്പം പേടിയും നാണക്കേടും മരണഭയവും അത് നമുക്ക് നൽകി. നമ്മുടെ പഴയ നിഷ്കളങ്കതയെ അത് പൂർണ്ണമായി ഇല്ലാതാക്കി. അതുകൊണ്ട് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇതെല്ലാം കൂടിയതായിരിക്കാം. നമ്മുടെ ഏറ്റവും വലിയ ശക്തിയും നമ്മുടെ ഏറ്റവും വലിയ ഭയവും.